ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പി എന്ന് പറയും. സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണ്. റിയാക്ട് ചെയ്യാനത് ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പേഴ്സണലി ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കമ്പനി എന്നല്ല ഞാൻ പറയുന്നത്, എനിക്കൊരു സിൻസിയറിറ്റി ഉണ്ടല്ലോ. അവരെന്നെ ഏൽപ്പിച്ച ഷോ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന്. അത് പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ ട്രസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ അവരിയ്ക്കുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും എന്താ സുമേഷ് തമ്പി എന്ന് പറഞ്ഞ ഒരാൾ, എനിക്ക് ആക്ച്വലി അയാളെ അറിയില്ലായിരുന്നു. ഞാൻ ബിനു അടിമാലിനെ കുറിച്ച് പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇപ്പോൾ ഈ ആരോപണങ്ങളിലേക്ക് അതല്ലെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെയാണ് ജിനേഷ് എന്ന് പറയുന്ന ഒരു ഫ്രീലാൻസ് ക്യാമറമാനെ റൂമിൽ നിന്ന് മർദ്ദിക്കുകയും ക്യാമറ തല്ലിപ്പൊടുക്കുകയും ചെയ്തത് എന്ന വിഷയത്തിൽ നമ്മളടക്കം വീഡിയോ ചെയ്തിരുന്നതാണ്. പിന്നെ ആ വ്യക്തി തന്നെ വന്നിട്ട് പല ഇന്റർവ്യൂകളും കൊടുത്തിരുന്നു. പിന്നെ ഈ പറയുന്ന ബിനു അടിമാലി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സെന്റിമെന്റ്സ് നാടകവുമായിട്ട് പാലക്കാരുടെ ചാനലിൽ വന്ന് കുറച്ച് നാടകം കളികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ നാടകത്തിനൊക്കെ പൊളിച്ചടക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക്കിലെ ഡയറക്ടറിൻ്റെ തന്നെ വോയിസ് റെക്കോർഡൊക്കെ പുറത്ത് വന്നതാണ്. അപ്പം മനസ്സിലായിട്ടുണ്ടാവും ബിനു അടിമാലിയുടെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഓരോ വിവാദങ്ങളിൽ പോയി പെടാം. ഇനി അത് മാത്രമല്ല, ഈ പറയുന്ന ഫ്രീലാൻസ് ക്യാമറമാൻ എന്ന് പറയുന്ന ജിനേഷ് ആദ്യം ഈ ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന വ്യക്തിയാണ്. പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം ബിനു അടിമാലിയോട് തർക്കിച്ച് വിട്ടുപിരിഞ്ഞ് പോവുകയും അല്ലെങ്കിൽ വഴക്കിട്ട് അകലുകയും ചെയ്തതിന് ശേഷം ബിനു അടിമാലി സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നു. അതിന് കാരണം ഈ പറയുന്ന ജിനേഷാണെന്നും പറഞ്ഞിട്ടാണ് ഈ വഴക്കിനൊക്കെ തുടക്കമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ബിനു അടിമാലിയുടെ ഫോട്ടോസ് ബിനു അടിമാലി ഇട്ടാലോ അല്ലെങ്കിൽ ബിനു അടിമാലിയുടെ കൂടെ ആരെങ്കിലും നിന്നിട്ട് അയാളുടെ ഫോട്ടോസ് ഇട്ടാലും ഈ പറയുന്ന അക്രമങ്ങൾ, ഈ കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന സൈബർ ആക്രമണങ്ങളൊക്കെ എല്ലാവർക്കും അനുഭവമുള്ള കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് വേണമെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മറുനാടൻ മലയാളിയിലെ സാജൻ സക്കറിയ ബിനു അടിമാലിയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്യാപ്ഷനായിട്ട് കൊടുത്തിരുന്നത് ഇങ്ങനെയായിരുന്നു: സാജൻ സക്കറിയ എന്താണ് മരണത്തിൽ നിന്നും വിജയിച്ചു വന്ന വിവാദങ്ങളിലൂടെ ജീവിക്കുന്ന ബിനു അടിമാലി മറുനാടൻ മലയാളിയിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനോട് കൂടി ആ ഫോട്ടോ ഇട്ടതിന് ശേഷം അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ കണ്ടിട്ട് ഈ സാജൻ സക്കറിയ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ആ കമൻറ്റ് ബോക്സിൽ തന്നെ സാജൻ സക്കറിയ മറ്റൊരു കമൻറ്റും പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് ഇങ്ങനെ തന്നെയായിരുന്നു. ഈ കമൻറ്റുകളൊക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയെന്നും ബിനു അടിമാലിയുടെ മറ്റു വിവാദങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഇപ്പോൾ നടക്കുന്ന വിവാദത്തെക്കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കൂടി അദ്ദേഹം അതിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ: ഇത്തരം കമൻറ്റുകൾ കണ്ടപ്പോൾ ഇനി ഈ പറഞ്ഞ ബിനു അടിമാലിനെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സാജൻ സക്കറിയ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ ഇതിലേറെ കമൻറ്റുകളും ഇതിലേറെ പ്രശ്നങ്ങളും സൈബർ ആക്രമണങ്ങളും സാജൻ സക്കറിയക്ക് ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ടായിരിക്കും. അല്ലാതെ ഇതുപോലെയുള്ള ഒരു വ്യക്തി മറുനാടൻ മലയാളിയിലൊക്കെ ഇത്രയും ഇഷ്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കോൺട്രവേഴ്സി ആയ വിഷയങ്ങളൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഒരാൾ ഇന്റർവ്യൂ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആ റീസണായിട്ട് നടക്കുന്ന അയാൾക്ക് നേരെയുള്ള വിവാദങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിന് മുമ്പത്തെ അയാൾ വിവാദങ്ങളെക്കുറിച്ചോ അയാളെക്കുറിച്ചോ ഒന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ തിന്നുന്ന അരിഭക്ഷണം തന്നെ അല്ലല്ലോ, ചാണാനൊന്നും അല്ലല്ലോ. ഇയാൾക്ക് ഇങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലാക്കി വിശ്വസിച്ച് നിൽക്കാൻ വേണ്ടി. ഇനി വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് പോകുന്നില്ല. വിഷയം ഇത്രയായിരുന്നു: കൗമുദി TV എന്ന് പറയുന്ന ചാനലിൽ ഇന്റർവ്യൂ എടുക്കുന്ന നൂർജഹാൻ എന്ന് പറയുന്ന ലേഡിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് തുടക്കം 2 മാസങ്ങൾക്ക് മുമ്പ് കൗമുദി TVയിൽ പാളയം PC എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബിനു അടിമാലിയും ധർമ്മജൻ്റെ ഒരു ഇൻ്റർവ്യൂ ഈ പറഞ്ഞ പെൺകുട്ടി എടുത്ത സമയത്ത് ബിനു അടിമാലി ആയാലും ധർമ്മജനാവും രണ്ടുപേരും കൂടി പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിൽ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷയം 2 മാസങ്ങൾക്ക് മുമ്പത്താണെങ്കിൽ പോലും ഇന്നിപ്പോൾ ബിനു അടിമാലിക്കെതിരെ ഇത്രത്തോളം ആരോപണങ്ങളും വിവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ വിഷയം കുത്തിപ്പൊന്തി വരുന്നുണ്ട്. അതിനെ തുടർന്നിട്ട് ഈ പെൺകുട്ടിയോട് ഒരുപാട് പേര് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ഈ പെൺകുട്ടി ഈ വീഡിയോ ഇപ്പം ചെയ്തിട്ടേക്കുന്നത്. ആദ്യം തന്നെ കൗമുദി TV എന്ന ആ ഇൻ്റർവ്യൂവിൻ്റെ ശകലം ഭാഗം നമുക്ക് കണ്ടുനോക്കാം. തുടർന്ന് ഈ പെൺകുട്ടിയുടെ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം. എന്താ പറയാ വന്നേ? അല്ല, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പി എന്ന് പറയും. സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണ്. നൂർജഹാന്റെ ഒക്കെ ഷേപ്പൊക്കെ ഉള്ള ഒരാളാണ്. ആനെന്താ പഞ്ചവർണ്ണ തത്തയിലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാൾ മയക്ക് വെടി വെച്ചിടൂലേ, ആനക്കെട്ട് വെക്കണ വെടി പുള്ളിക്കെട്ട വെള്ളണ് ഇത്തിരി വണ്ണമക്കളും ആനയുടെ മേളിൽ നിന്ന് താഴത്തേക്ക് വീണ ഒരാള്. അതിനെ പറ്റിയുള്ള പരാതി തന്നെ ബോഡി ഷേവിംഗ് എന്നാണ് കേട്ടോ. അയ്യോ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ആയിട്ട് ഇല്ല, നിങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ആങ്ങളെ മംഗളാന്ന് പറയും അല്ലേ? പിന്നെ ഞങ്ങൾ ഒരു വ്യക്തിയെ മുമ്പിലിരുത്തിയിട്ട് ആ വ്യക്തിയെ ബോഡി ഷെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും തരം താഴ്ന്ന ഒരു പരിപാടിയാണ്. ഇതിൽ മാത്രമല്ല കേട്ടോ, ഈ സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാം കണ്ടാലറിയാം ഇയാളുടെ കോമഡികളും ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതേ ലെവലിൽ തന്നെയാണ്. എന്നിട്ട് സ്വയം ഇരുന്ന് ചിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ധർമ്മജനിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി കണ്ടിട്ടില്ലെങ്കിൽ പോലും ധർമ്മജനും ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സുമേഷ് തമ്പി ഈ പെൺകുട്ടിയും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള താരതമ്യമോ ഇല്ല. പിന്നെ ബോഡിയുടെ കാര്യം പറഞ്ഞാണ്, ഒരാളുടെ ഭംഗിയോ ഒരാളുടെ സൗന്ദര്യമോ ഒന്നും നിശ്ചയിക്കുന്ന ബോഡി
ബോഡി അപ്പിയറൻസ് വെച്ചിട്ടൊന്നല്ല. വണ്ണമുള്ളവർക്ക് അതിൻ്റെതായ ഭംഗിയില്ല. ഈ പെൺകുട്ടിയെ കാണാൻ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ചിരിയും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രസം തോന്നി. കാരണം എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ ഒരുപാട് ചിത്രങ്ങളാണ് ഈ പെൺകുട്ടികൾ അടിപൊളി ലുക്കിലുള്ളത്. എന്നാൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ബോഡി ഷെയിം ചെയ്യുന്ന ബിനു അടിമാലിനെ ഈ പെൺകുട്ടിയെ വെച്ച് നോക്കിയാൽ ഞാൻ ബോഡി ഷെയിം ചെയ്യുന്നില്ലെങ്കിൽ പോലും രാവും പകലും പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ ഇവിടെ കുറ്റപ്പെടുത്താൻ കളിയാക്കുന്നതല്ല, എന്നാലും ഞാൻ പറയുന്നു ഈ പെൺകുട്ടിയെയും ബിനു അടിമാലിനെയും വെച്ച് നോക്കി ഈ പെൺകുട്ടി ആ സമയത്ത് അവർ ചെയ്യുന്ന ജോബ് അല്ലെങ്കിൽ അവർ ഈ പ്രൊഫഷനെ മാനിച്ചിട്ട് മാത്രം അവിടെ സൈലൻ്റ് ആയിട്ടിരുന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഉരുളക്കുപ്പേര് പോലെ തന്നെ ബിനു അടിമാലിനെ അവിടെ ഇരുന്ന് ഊക്കി വിട്ടാണ്. ഈ പെൺകുട്ടി അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിന് കാരണം ഈ പെൺകുട്ടിയുടെ വീഡിയോ തന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട്, സുമേഷ് തമ്പി എന്ന് പറയും. സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണ്. നൂർജഹാന്റെ ഒക്കെ ഷെയ്പ്പൊക്കെ ഉള്ള ഒരാളാണ്. ആനന്ദ പഞ്ചവർണ്ണ തത്തയിലേ നമ്മുടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാൾ മയക്ക് വെടി വെച്ചിടൂലേ, ആനക്കെട്ട് വെക്കണ വെടി പുള്ളിക്കെട്ട വെള്ളനെ ഇത്തിരി വണ്ണമക്കളും ആനയുടെ മേളിൽ നിന്ന് താഴത്തേക്ക് വീണ ഒരാള് അല്ല. ഹലോ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ആങ്കർ ഞാനാണ്. ഇപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാഞ്ഞത്, ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പേഴ്സണലി ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ടാവില്ല. നമുക്കൊരു നല്ല ദേഷ്യമായൊരു സിറ്റുവേഷൻ ഉണ്ടാവും, പക്ഷെ അപ്പോൾ ഡയലോഗ് ഓർമ്മ വരില്ല. വീട്ടിൽ വന്നിട്ട് നമ്മൾ ആലോചിക്കും ഷോ ആ മാസ് ഡയലോഗ് അപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു, സെയിം ആയിരുന്നു എൻ്റെ അവസ്ഥയും. പക്ഷെ അതിന് പിന്നിൽ വേറെയും ഒരു കാര്യമുണ്ട്. അന്ന് ഈ ഒരു ഷൂട്ടിന് പോകാൻ നേരം എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ക്യാമറ ക്രൂവും കൂടെയാണ് പോയത്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് ലൈക്ക് എൻ്റെ ചാനൽ കമ്പൽ ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കൊരു സിൻസിയാരിറ്റി ഉണ്ടല്ലോ, അവരെന്നെ ഏൽപ്പിച്ച ഷോ നന്നായിട്ട് കൊണ്ടുപോകണം എന്ന്. അത് പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ ട്രസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ അവരിയ്ക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ ആ ഷോ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണ് ഇവർ പറയുന്നത്. തുടക്കത്തിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് അവരെ വെറുപ്പിച്ച് പോവാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു വർക്കിൻ്റെ പാർട്ടായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവർ രണ്ടുപേരും എന്താ സുമേഷ് തമ്പി എന്ന് പറഞ്ഞ ഒരാൾ, എനിക്ക് ആക്ച്വലി അയാളെ അറിയില്ലായിരുന്നു. ഞാനിപ്പം റീസെൻ്റ്ലി അയാളുടെ ഫോട്ടോ കണ്ടു. എനിക്ക് പേഴ്സണലി ഞാനും പുള്ളിയും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ സൗന്ദര്യമുണ്ട്, എനിക്ക് എൻ്റേതായ സൗന്ദര്യമുണ്ട്. എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു സാമ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ലൈക്ക് വണ്ണമുണ്ട് പുള്ളിക്ക്, എനിക്കും വണ്ണമുണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഇപ്പോൾ മെലിഞ്ഞവരെല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മസ്കുലറായിട്ടുള്ളവരെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്, പൊക്കമുള്ളവരെല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ല. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. അതുമാത്രമല്ല പറ്റിയ ജോഡി എന്നാൽ വണ്ണമുള്ളവർ മാത്രമേ ഉള്ളൂ ജോഡി. എനിക്കിപ്പോൾ ഇതൊക്കെ പ്രതികരിക്കണം എന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും നീ എന്താ ഇപ്പോൾ വന്ന് വീഡിയോ ഇടുന്നത്, ലൈക്ക് എനിക്കിപ്പോൾ പ്രതികരിക്കാനാണ് തോന്നിയത്, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം ലൈക്ക് ഞാൻ വളരെ ഇൻസെക്യൂർ ആയിരുന്നു. ആ ഒരു മെയിമിൽ കണ്ട പോലെ തന്നെ ആ ഒരു നിവിൻ പോളിയുടെ ആ ഒരു എക്സ്പ്രഷൻ തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ വന്നത്. പിന്നെ പാർട്ട് ഓഫ് ലൈഫ്, എനിക്ക് പാർട്ട് ഓഫ് ജോബ്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളെ അങ്ങനെ പറയുന്നത് അവരുടെ വിവരക്കേട്, പ്രതികരിക്കാതെ ഷോ കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ മര്യാദ. താങ്ക് യു. കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇതിൽ ഉത്സാഹം കൊടുത്ത്. പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അയാളോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ആ വ്യക്തിയോട് സംബന്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള ഓരോരുത്തരുടെ വിവരമാണ്. അത് ഈ പെൺകുട്ടി കൃത്യമായിട്ട് കാണിച്ചു. ഈ പെൺകുട്ടിനെ അവിടെ ബോഡി ഷെയിം ചെയ്തിട്ടും ഈ പെൺകുട്ടി അവർ ചെയ്യുന്ന ആ പ്രൊഫഷൻ അല്ലെങ്കിൽ അവരുടെ ആ പ്രോഗ്രാം കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോയി. അതിന് കാര്യം ഇവർ പറയുന്നുണ്ട്, ഇവരെ ഷോ ഡയറക്ടർ അവിടെ ഇല്ലാതെ ഈ പെൺകുട്ടിയെ വിശ്വസിച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഈ പെൺകുട്ടിയെ ഏൽപ്പിച്ചത്. അത് ഇവർ കൃത്യമായിട്ട് ചെയ്തു. പിന്നെ ഈ പെൺകുട്ടി ഞാൻ പേഴ്സണലായിട്ട് വിട്ട ചില വോയിസുകൾ പറയുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് ചെറുപ്പത്തിലെ ഇതുപോലെയുള്ള ബോഡി ഷെയിമൊക്കെ കിട്ടി ട്രോമ കാര്യങ്ങളൊക്കെ ആയി പോയതാണ്. പിന്നീട് അതിൽ നിന്നൊക്കെ കര കയറി ഓക്കെ ഞാരെന്നെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ലെവലിലാവുകയും പിന്നീട് ഇത്രയും നാളുകൾക്ക് ശേഷം വീണ്ടും ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായി പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പ്രോഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നീട് ഈ പെൺകുട്ടി ആ പറഞ്ഞ ഇവരോടുള്ള സംസാരമാണെങ്കിലും ചോദ്യങ്ങളാണെങ്കിലും അവർ പറയുന്ന ഇതുപോലെയുള്ള വലിച്ച കോമഡി ആണെങ്കിൽ പോലും അതിന് കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഈ പറയുന്ന ഒരു താല്പര്യമില്ലായ്മയുണ്ട്. കാരണം എന്ന് വെച്ചാൽ തന്നെ മുന്നിൽ ഇരുത്തിയിട്ട് തന്നെ ഒരു കോമാളിയാക്കുന്നവരെ മുന്നിൽ എത്രത്തോളം നമുക്ക് ചിരിച്ച് സന്തോഷിച്ച് നിൽക്കാൻ പറ്റും. ശരിയാണ്, ഈ പെൺകുട്ടി അത് കാണിച്ചിട്ടില്ല. പിന്നെ ഈ പെൺകുട്ടിയുടെ മര്യാദ അനുസരിച്ച് അവിടെ അവർ വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ തനിക്കത് പറ്റിയില്ല, തന്നോട് അങ്ങനെ പറയരുത് എന്നൊന്നും. കാരണം ഒരു ഗസ്റ്റാണ്, അവർ വിളിച്ചിട്ട് വന്നിരിക്കുന്ന ഗസ്റ്റാണ്. അപ്പം അവർക്ക് കൊടുക്കേണ്ട ഒരു മര്യാദ ഈ പെൺകുട്ടി കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മര്യാദ ഇല്ലാത്ത രണ്ടുപേരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഇവർ ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ ചാനലിൽ ചെന്നിരിക്കുന്നത്.
അവരെ സിനിമയുടെ പ്രൊമോഷൻ മൂലം അവർക്കുണ്ടാകുന്ന ഉപകാരങ്ങളാണ്. അപ്പം അങ്ങനെ ആ ഉപകാരം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് അവിടെ അവരെ സഹായിക്കുന്ന ആ പെൺകുട്ടിയെ ഇതുപോലെയുള്ള ബോഡി ഷെയിം ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഊള തമാശകൾ പറയുന്ന എത്രത്തോളം നിലവാരം ഇവർക്കുണ്ട്. ഈ പറയുന്ന ബിനുവാടി മാലിക്കായാലും ധർമ്മജനും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇനിയെങ്കിലും മറ്റുള്ളവർ ഇതുപോലെയുള്ള പ്രോഗ്രാമൊന്നും വിളിക്കാതിരിക്കുക. കാരണം ഇവരെ നിലവാരം ഇത്രേ ഉള്ളൂ. ഇവരെ വിചാരം ഇവർ ഈ പറയുന്ന കോമഡി കണ്ടിട്ട് എല്ലാവരും ചിരിക്കും എന്നാണ്. ഈ പറയുന്ന സുമേഷ് തമ്പി എന്ന് പറയുന്ന ആരാണ് എന്ന് പോലും അറിയാത്തതുകൊണ്ടാണ് ഈ പെൺകുട്ടി ചിരിച്ചത്. ഈ പെൺകുട്ടിയുടെ പേഴ്സണൽ വോയിസിൽ തന്നെ പറയുന്നുണ്ട്, എന്നൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ആക്ടറിനെ പോലെയൊക്കെ കാണുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സുമേഷ് തമ്പിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം ആയതും ഹാപ്പി ആയതും. പക്ഷേ ഇവരത് എന്നെ ബോഡി ഷെയിം ചെയ്യാൻ വേണ്ടിയാണ് ഉദാഹരണം പറഞ്ഞതെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നി എന്നുള്ള ഈ പെൺകുട്ടിയുടെ പേഴ്സണൽ ഇതിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് വന്ന് പറഞ്ഞതെന്നുള്ളതിന് കാരണം ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ചാനലുകളിലാണെങ്കിൽ പോലും ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഈ വിഷയം എടുത്തിട്ട് കണ്ടന്റായിട്ട് വീഡിയോസ് വരുന്നുണ്ട്, കുറേ മീമുകളും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് ഈ പെൺകുട്ടിയെ ഇപ്പം ഈ റീസണിൽ ഈ വീഡിയോസ് ഇത്രത്തോളം സംസാര വിഷയമായപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നീ ഇതിനെ പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് നീ സംസാരിച്ചില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനൊരു മറുപടിയായിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടതെന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ഒറ്റ വാക്കി പറയുന്നുള്ളൂ, ഈ പെൺകുട്ടി കാണിക്കുന്ന മര്യാദ ഈ പെൺകുട്ടി അവിടെ കാണിച്ചു. തന്നെ ഒരു പ്രോഗ്രാമിൽ താൻ വിളിച്ച ഗസ്റ്റുകൾ വന്നിട്ട് തന്നെ മോശമായിട്ട് അല്ലെങ്കിൽ ബോഡി ഷെയിം ചെയ്തിട്ട് പോലും തൻ്റെ കൺട്രോൾ വിടാതെ കൃത്യമായിട്ട് ആ പ്രോഗ്രാം നമ്മൾ ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മൾ വിശ്വസിച്ചിരുന്ന വിശ്വാസം അത് കൃത്യമായിട്ട് അവിടെ ഈ പെൺകുട്ടി നിലനിർത്തി മുന്നോട്ട് പോയി. പക്ഷേ നമ്മൊരു പ്രോഗ്രാമിൽ ചെല്ലുകയോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരാൾ നിൽക്കുമ്പോൾ ആ വ്യക്തിയോട് കാണിക്കുന്ന റെസ്പെക്റ്റ് ഇല്ലാത്ത അൺറെസ്പെക്റ്റഡ് ആയിട്ട് ആ വ്യക്തിയോട് പെരുമാറുന്നത് ആ വരുന്ന ആൾക്കാരുടെ മര്യാദയില്ലായ്മയാണ്. അപ്പോൾ അവരെ തിരുത്താൻ പറ്റില്ല. എന്തായാലും ഈ പറയുന്ന ബിനുവാടിമാരൊന്നും തിരുത്താൻ പറ്റില്ല. ഒരു ശീലമായിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞ് തിരുത്താം. ശീലമാണ്, ആ ശീലം ഒന്ന് മാറ്റണോട്ടാന്ന് പറഞ്ഞ് തിരുത്താം. ഇനി ഇവരുടെ തമാശക്കാണെങ്കിൽ ആ തമാശ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്താൻ പറ്റും. പക്ഷേ ഇത് ബിനുവാടിമാരുടെ സ്വഭാവമായിപ്പോയി. ഇനി അത് മാറ്റാൻ കഴിയില്ല. ആ സ്വഭാവം ഇനി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. സ്വഭാവമാണത്. കാരണം ഇതെൻ്റെ സ്വഭാവമല്ലേ എന്നൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും അയാളുടെ ഒക്കെ പോകും. അപ്പോൾ ഇനി അയാളെ തിരുത്താൻ കഴിയില്ല, പകരം അയാളെ മാറ്റി നിർത്താൻ പറ്റും. അതേ ഇനി ചെയ്യാൻ കഴിയുള്ളൂ.